എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക്, അതും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രീമിയം കോളേജസ് ടാർഗറ്റ് ചെയ്യുന്ന IIT, NIT, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രീമിയം കോളേജസിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VITയുടെ 2025 ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും +2 പാസ് ഔട്ട് ആയ കുട്ടികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ VIT 2025 ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NIRFന്റെ റാങ്കിങ്ങിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ 11ാമത്തെ എഞ്ചിനീയറിംഗ് കോളേജസ് 11th എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ പൊസിഷനിൽ വരുന്ന ഒരു കോളേജാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. അതും 2024 കണക്ക് പ്രകാരം ഈ വരുന്ന മാർച്ച് 31 വരെ നിങ്ങൾക്ക് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.VITEE.VIT.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. മാർച്ച് 31 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസം 21 മുതൽ 27 വരെയാണ്. എക്സാം സെൻറ്റർ അനുസരിച്ചിട്ട് എക്സാം ഡേറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഏപ്രിൽ 30 ഇതൊരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസ്പെക്ടസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം കോളേജിൽ എഞ്ചിനീയറിംഗ് സ്ട്രീം എനി എഞ്ചിനീയറിംഗ് കോഴ്സസ് നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, പിന്നെ കൂടുതലും കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലോട്ട് നോക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും കൊടുക്കുക. കാരണം ഹൈ പ്ലേസ്മെൻ്റ് ആണ്. NIRF റാങ്കിങ്ങിൽ 11th പൊസിഷനാണ്. NBA അക്രഡിറ്റേഷനും എഞ്ചിനീയറിങ്ങിന് വേണ്ട എല്ലാ അക്രഡിറ്റേഷനുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രീമിയം കോളേജാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ടേക്ക് നിങ്ങൾക്ക് ഇനി വേറൊരു കോളേജ് ഇന്ത്യയിൽ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. IIT അല്ലാതെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കോളേജസ് ഒക്കെ ഇനി ഇപ്പോൾ 11ന്റെ താഴോട്ടേക്കുള്ള കോളേജ് തന്നെയാണ് കേരളത്തിൽ വരുന്ന പല എഞ്ചിനീയറിംഗ് കോളേജും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് പ്രീമിയം കോളേജസിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യണം. ഇതിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. MCQ മോഡലായിരിക്കും. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതം കിട്ടും. പിന്നെ നെഗറ്റീവ് ഉത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും. തെറ്റായ ഉത്തരത്തിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവുന്നതല്ല. 2.5 മണിക്കൂറാണ് ടോട്ടൽ എക്സാം ഡ്യൂറേഷൻ വരുന്നത്. 4 വിഷയങ്ങളാണ് മെയിൻലി ഉള്ളത്. ഒന്ന് മാത്തമാറ്റിക്സ് ഓർ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ മാത്തമാറ്റിക്സ് ഓർ ബയോളജി 40 ചോദ്യമായിരിക്കും ഉണ്ടാവുക. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്നത് 30 ചോദ്യം വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 10 ചോദ്യവും ഇംഗ്ലീഷിന് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന് വരുന്ന സിലബസിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് സിലബസ് നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1350 രൂപയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും. മലയാളമോ ഹിന്ദിയോ അതുപോലെ മറ്റുള്ള ഭാഷകളിലോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കത്തില്ല. ഇംഗ്ലീഷ് രൂപത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്ക് ക്യാമ്പസുകൾ നോക്കുമ്പോൾ ഒന്ന് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വെല്ലൂരുള്ള ക്യാമ്പസ്, പിന്നെ ചെന്നൈയിലൊരു ക്യാമ്പസ് വരുന്നുണ്ട്, പിന്നെ ആന്ധ്രാപ്രദേശ് ഭോപ്പാൽ 4 ക്യാമ്പസ് പ്ലസ് ഒരു ക്യാമ്പസ് മൊറീഷ്യസിലും വരുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ 5 ക്യാമ്പസുകളിലായിട്ടാണ് ഇവർ UG പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് പ്രീമിയം കോളേജാണ്. ഇനി ഇവിടെ വരാൻ പോകുന്ന കോഴ്സസ്, ഇവിടെയുള്ള അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി പ്രോഗ്രാമുകളുടെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. മെയിൻലി വരുന്ന കോഴ്സസ് എന്ന് പറയുന്നത് BTech പ്രോഗ്രാംസ് ആണ്. BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, BTech ഇൻ ബയോടെക്നോളജി, BTech ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, BTech കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ബയോ ഇൻഫോർമേഷൻ, സൈബർ സെക്യൂരിറ്റി, ബിസിനസ് സിസ്റ്റം.
ബിസിനസ് സിസ്റ്റം, അത് TCS ആയിട്ടാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. ഡാറ്റ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി, BTech ഇൻ IT, BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള വിവിധ പ്രോഗ്രാമുകളാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വിവിധ സ്ഥാപനങ്ങളിലായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഒന്നാമത്തെ എലിജിബിലിറ്റി +1 +2 സയൻസ് പഠിച്ചിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന കോമ്പിനേഷനാണ് പഠിക്കേണ്ടത്. 2003 ജൂലൈ 1 ശേഷം ജനിച്ചവരായിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നിലവിൽ +2 പഠിച്ച കുട്ടികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ഇതിൻ്റെ എലിജിബിലിറ്റി ആണ്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലോട്ടുള്ള സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയാണ്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് വഴിയാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 1,00,000-ൻ്റെ ഉള്ളിൽ റാങ്കിൽ വരുന്ന കുട്ടികൾക്കാണ് ആപ്ലിക്കേഷൻ കൊടുത്ത് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓൾ ഇന്ത്യ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാം ആണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ, ഒന്ന് ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ കിട്ടും. നല്ല അടിപൊളി ഫാക്കൽറ്റീസ് ആയിരിക്കും നമ്മൾ പഠിപ്പിച്ചിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഫെസിലിറ്റീസ് ആയിരിക്കും കോളേജസിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ BTech പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസാണ്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇവിടെയുള്ള പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കൂടുതൽ പ്രോഗ്രാംസും വരുന്നത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് പോകുന്നത് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്ലേസ്മെന്റ് ഓറിയന്റേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ടോപ്പ് റിക്രൂട്ടേഴ്സ് ആയിട്ട് 2024 വന്നിട്ടുള്ളത് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ആമസോൺ, പേപാൽ, സിസ്കോ, ഇന്റൽ, ഗൂഗിൾ, IBM, HDFC, ഫെഡറൽ, സാംസങ് പോലുള്ള ഒത്തിരി കമ്പനികളാണ് ഇവിടുന്ന് പ്ലേസ്മെന്റിന് കുട്ടികളെ ഹയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് പ്ലേസ്ഡ് ആയിട്ട് പോകും. ഒത്തിരി കുട്ടികളാണ് ഇവിടുന്ന് പ്ലേസ്ഡ് ആയി പോകുന്നത്. അതാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസും അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വെല്ലൂർ ഏറ്റവും ടോപ്പാണ്, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പാണ്. അപ്പോൾ ക്യാമ്പസ് വൈസ് ആണെന്നുണ്ടെങ്കിലും ഫെസിലിറ്റീസ് വൈസ് ആണെന്നുണ്ടെങ്കിലും റിക്രൂട്ട്മെന്റ് പ്ലേസ്മെന്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യേണ്ട എൻട്രൻസ് എക്സാമിൽ ഒന്നാണ് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒക്കെ. അമൃതയുടെ ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേസ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ 2024 വെല്ലൂരിൽ നിന്ന് പ്ലേസ്ഡ് ആയിട്ടുള്ളത് 7526 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര കുട്ടികൾക്കാണ് അവിടുന്ന് പ്ലേസ്മെന്റ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ പ്ലേസ്മെന്റ് ഓറിയന്റേഷനോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് VIT-EEE എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അതിനു വേണ്ടി പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ എഡ്യൂക്കേഷൻ കണ്ടന്റുകൾ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് കരിയർ ഗൈഡൻസുമായിട്ടും ഇതുപോലത്തെ അപ്ഡേറ്റുകളും വാട്സപ്പിൽ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനലിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡൗട്ട്സിനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ കൊടുക്കാനോ എനിത്തിങ് നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസ്പെക്ടസും സിലബസും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക.